ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാണ്? ഉപദ്വീപീയ നദികളെ അതിന്റെ വലിപ്പത്തിന്റെ ഓർഡറിൽ പഠിക്കാൻ എന്റെ കയ്യിൽ ഒരു കോഡുണ്ട്. കേരള കോഡ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ബാഹുബലിനെയും കട്ടപ്പനയും മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ ഈ ഒരു കോഡ് എളുപ്പത്തിൽ പഠിക്കാം. ബാഹുബലി 2 എല്ലാം കഴിഞ്ഞ് ബാഹുബലിയും കട്ടപ്പയും കൂടെ തെക്കേ ഇന്ത്യ മൊത്തമായിട്ട് കീഴടക്കി. അങ്ങനെ തെക്കേ ഇന്ത്യ മൊത്തം കീഴടക്കി കഴിഞ്ഞപ്പോൾ ബാഹുബലിക്ക് ഒരു ആഗ്രഹം, തന്റെ രാജ്യത്തെ നദികളെപ്പറ്റി അറിയണം, നദികളെ വലിപ്പത്തെപ്പറ്റി അറിയണം. ഇതിനെന്താ വഴിയെന്ന് കൊട്ടാരം മൊത്തത്തിൽ ചർച്ചയായി. രാജാവിന്റെ ആഗ്രഹമല്ലേ? പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞ്, ചിലർ പറഞ്ഞ് ഇന്ന ദൈവത്തെ നമിച്ചാൽ മതി, ചിലർ പറഞ്ഞ് ഇന്ന യാഗങ്ങൾ നടത്തിയാൽ മതി. പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. അങ്ങനെ നിൽക്കുന്നവരുണ്ട് നമ്മളെ കട്ടപ്പ. ഒരു GK പുസ്തകമായിട്ട് കൊട്ടാരത്തിലേക്ക് വരികയാണ്. അങ്ങനെ കട്ടപ്പ ബാഹുബലിനോട് പറയും, മോനെ, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, നിനക്കത്തെ ഗുണം കിട്ടണമെങ്കിൽ ഈ GK നമിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് GK പുസ്തകം കൊടുക്കുകയാണ്. അപ്പോ ബാഹുബലി പറയും, അങ്ങനെയാണെങ്കിൽ GK നമ്മ കട്ടപ്പ. അപ്പൊ ഇത് കേൾക്കുന്ന ബാക്കി സദസ്സിലുള്ള എല്ലാവരും കൂടി പറയും, GK നമ്മ കട്ടപ്പ, GK നമ്മ കട്ടപ്പ. ഈ GK നമ്മ കട്ടപ്പയാണ് നമ്മുടെ കോഡ്. ഈ ഒരു കോഡിൽ G എന്ന് പറഞ്ഞാല് ഗോദാവരി, K എന്ന് പറഞ്ഞാല് കൃഷ്ണ, ന എന്ന് പറഞ്ഞാല് നർമ്മദ, മ എന്ന് പറഞ്ഞാല് മഹാനദി, കട്ടപ്പയിലെ KA കാവേരി, TAP താപ്തി. 1465 കിലോമീറ്റർ നീളമുള്ള ഗോദാവരി നദി മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്നുത്ഭവിച്ച് മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇന്ദ്രാവതി, ശബരി, പെൻഗംഗ, മഞ്ചീര എന്നിവയാണ് പ്രധാന പോഷക നദികൾ. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നു. ദക്ഷിണഗംഗ എന്നും NCERTയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. തീരത്തെ പ്രധാന പട്ടണങ്ങൾ നാസിക്, രാജ്മുന്ദ്രി. 1400 കിലോമീറ്റർ നീളമുള്ള കൃഷ്ണ നദി മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നുത്ഭവിച്ച് മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. പ്രധാന പോഷക നദികൾ ഭീമ, തുംഗഭദ്ര, മുസ്സി, മാലപ്രഭ, കൊയ്ന. പാതാളഗംഗ, അർദ്ധഗംഗ, തെലുങ്കുഗംഗ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്നു. തീരത്തെ പ്രധാന പട്ടണം വിജയവാഡ. 1312 കിലോമീറ്റർ നീളമുള്ള നർമ്മദ നദി മധ്യപ്രദേശിലെ അമർകണ്ടക് പീഠഭൂമിയിലെ മൈക്കല നിരകളിൽ നിന്നുത്ഭവിച്ച് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. പ്രധാന പോഷക നദികൾ ഹിരൺ, ഷേർ, താവ, ബഞ്ചാർ. ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി മനോഹരമായ ഗിരികന്ധര താഴ്വരകൾ സൃഷ്ടിക്കുന്ന നദി. തീരത്തെ പ്രധാന പട്ടണങ്ങൾ ജബൽപൂർ, മാൻല, ഓംകാരേശ്വർ. 857 കിലോമീറ്റർ നീളമുള്ള മഹാനദി ഛത്തീസ്ഗഡിലെ സിഹാവ മലനിരകളിൽ നിന്നുത്ഭവിച്ച് ഛത്തീസ്ഗഡ്, ഒഡീഷ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. പ്രധാന പോഷക നദികൾ ഷിയോനാഥ്, ഇബ്, ജോങ്, ടെൽ. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നു. തീരത്തെ പ്രധാന പട്ടണങ്ങൾ കട്ടക്, സാമ്പൽപൂർ. 800 കിലോമീറ്റർ നീളമുള്ള കാവേരി നദി കർണാടകയിലെ ബ്രഹ്മഗിരിക്കുന്നിലെ തലക്കാവേരിയിൽ നിന്നുത്ഭവിച്ച് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. പ്രധാന പോഷക നദികൾ കബനി, ഭവാനി, പാമ്പാർ, അർക്കാവതി, അമരാവതി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നു. തീരത്തെ പ്രധാന പട്ടണങ്ങൾ ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ, ഈറോഡ്, മേട്ടൂർ. 724 കിലോമീറ്റർ നീളമുള്ള താപ്തി നദി മധ്യപ്രദേശിലെ സത്പുര നിരയിലെ മുൾട്ടായ് റിസർവ് വനത്തിൽ നിന്നുത്ഭവിച്ച് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. പ്രധാന പോഷക നദികൾ അനർ, ഗിർന. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്നു. തീരത്തെ പ്രധാന പട്ടണം സൂററ്റ്.